കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞ പോലെ ഉമ്മ വെച്ച് തീർക്കുവാണോന്ന്. ഇവൻ എപ്പോ നോക്കിയാലും അവളെ ഉമ്മ വെച്ചിരിക്കും. എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാകുന്നില്ല. വെറുപ്പ് തോന്നുന്നു. ഒരു കളി കളിക്കടാ കോപ്പേന്ന്. കാര്യം ചിലതൊന്നും ഈ സൊസൈറ്റി നമുക്കിങ്ങനെ വന്ന് വീഡിയോയുടെ മുന്നിൽ പോലും പറയാൻ പറ്റാവുന്ന കമന്റ്സ് അല്ല ചിലതൊന്നും വരുന്നത്. പണിക്കൊന്നും പോകുന്നില്ല എന്ന്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമന്റ് റിയാക്ഷൻ. കുറെ നാളായി ഒരു കമന്റ് റിയാക്ഷൻ ചെയ്തിട്ട്. ഇത് നല്ല വ്യത്യസ്തമായ കമന്റ്സ്, വ്യത്യസ്തമായ ആൾക്കാര്, പലതരം കാഴ്ചപ്പാടുള്ള ഓരോ മനുഷ്യർ. എല്ലാവർക്കും പലതരം കാഴ്ചപ്പാട്. എന്നാലും ഇതൊരു വല്ലാത്ത വൃത്തികെട്ട കാഴ്ചപ്പാടുള്ള കുറച്ച് മനുഷ്യർ. കാണിക്കാം, കമന്റിലേക്ക് പോകാം നമുക്ക്. നമ്മളിപ്പോഴും പറയുവാണ് ഫസ്റ്റ് ഒരു കാര്യം, നമ്മുടെ ലൈഫിലെ മൊത്തം കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വീഡിയോയ്ക്കൂടെ നമ്മളെല്ലാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലൈഫിലെ ചെറിയൊരു കുറച്ച് ഭാഗങ്ങളാ. അത് വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ അങ്ങനാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനാണ് വെച്ചോണ്ട് ആരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വീഡിയോസ് ആണ്. എന്താ ഇപ്പൊ തന്നെ ഓരോരോ സോഷ്യൽ മീഡിയയിലെ ഓരോ വാർത്തകളിൽ നിന്ന് കാണാം. പകുതി മുക്കാ കാര്യങ്ങളും എല്ലാരും സോഷ്യൽ മീഡിയയിലൂടെ മൊത്തത്തിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ജീവിതത്തില്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അതിനകത്ത് ഒരു ചെറിയ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല, കാണിച്ചിട്ടില്ല, നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല. ആ ചെറിയ കാര്യം കാണുമ്പോ തന്നെ നമ്മൾ അത് വെച്ച് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കമന്റിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് കമന്റ് ആണ്, നിനക്കൊന്നും വേറെ പണിയില്ല എന്ന്. അങ്ങനല്ല, വേറെ പണിക്കൊന്നും പോകുന്നില്ല എന്ന്. ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ പോകത്തില്ല. അച്ഛൻ പോകുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, എനിക്ക് പോകാൻ താല്പര്യമില്ല. അഥവാ എന്തെങ്കിലും ഒരു നിവൃത്തികളാണ് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ എനിക്ക് എന്തായാലും കറന്റിൽ എനിക്ക് സൗകര്യമില്ല. നിനക്ക് പോകണോ? എനിക്ക് പോണമെന്നില്ല. എനിക്ക് ഇപ്പം അവനും പോണമെന്നില്ല. എനിക്ക് അവനെ ഇട്ടിട്ട് എനിക്കും പണിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അറിയാത്തവര് ഈ വൃത്തികെട്ട ഇത് കമന്റ്സ് ചിലപ്പോ നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ടായിരിക്കും. അത് വൃത്തികെട്ട നമുക്ക് വിഷമാകാൻ പറ്റുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ടായിരിക്കും. ഇനി അവര് കാര്യമായിട്ടാണ് ചോദിച്ചതെന്ന് അറിയത്തില്ല, എന്നാൽ പോലും പോകാൻ താല്പര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട് ഞങ്ങൾക്ക്. ചുമ്മാ ഇരിക്കാൻ കുറച്ച് സമയമേ കിട്ടാറുള്ളൂ. ജ്യോതികാച്ചയാണെങ്കിൽ ഇപ്പൊ സാരി എന്ന് പറഞ്ഞോണ്ട് സമയമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞങ്ങൾക്ക് സമയമില്ല. അങ്ങനെ ഇത് ഒരു ജോലി തന്നെ. യൂട്യൂബ് കൊണ്ട് നടത്തുക, റീൽസ് ചെയ്യുക, അതൊക്കെ ഒരു പണിയാണ്. നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടി ഓരോ വീഡിയോ നമ്മൾ ഇറക്കുന്നത് ചെറിയ കാര്യമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു വീഡിയോയുടെ പുറകിൽ എന്തോരം എഫേർട്ട് ഉണ്ടെന്ന് അറിയാം. അതാ, നിങ്ങൾക്ക് പണിയൊന്നും ഇല്ലാണ്ട് ഇതിന്റെ അഭിനയിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ വന്ന് ഈ കോഷായില്ല എന്താ ഇതൊക്കെ കാണിക്കുന്നൊക്കെ എത്ര നേരത്തെ എഫേർട്ടാ അറിയാം. 10-20 ടേക്ക് എടുത്തിട്ടാ സ്റ്റോറേജ്. അത് മാത്രല്ല, നമ്മുടെ അവന്റെ മെഡിക്കൽ കണ്ടീഷൻ വെച്ചിട്ടും ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്നാ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ജോലിക്ക് പോകുന്നവരും ഉണ്ട്. നമ്മുടെ സ്ഥലത്ത് അതിനുള്ളൊരു സൗകര്യം ഇല്ല. എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കണ്ടീഷൻ കുറച്ചുകൂടെ മോശമായി. ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്ന് ജോലിക്ക് പോകുന്നവര് പലരും പോലും അരക്ക് താഴോട്ട് തളർന്നവരെ. എന്റെ നെഞ്ചിന്റെ ഇവിടുന്ന പ്രശ്നം. അപ്പൊ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര ഡിഫിക്കൽട്ടാ. അതിപ്പോ എന്ത് കാര്യത്തിലാണേലും, എന്തൊരു കാര്യത്തിലാണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്കിപ്പോ അതൊന്നും അറിയാൻ ശരിയാകത്തില്ല. അപ്പൊ അടുത്ത കമന്റില് അപ്പൊ അതിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സൗകര്യം പോകാൻ അവന് താല്പര്യമില്ല. എനിക്ക് അവനെ വിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് നമ്മൾ ഉള്ളത് വെച്ച് നമുക്ക് ജീവിക്കാനാണ്. എനിക്ക് വലിയ മാനത്ത് നിക്കണമെന്നോ സ്വർണം ദേഹം മൊത്തം സ്വർണം വാരി കൂട്ടണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് നല്ല ജോലി കിട്ടുവാണെങ്കിൽ നോക്കാം, ഭാവിയിൽ പോകും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിന് അത് മാത്രല്ല, കഴിഞ്ഞ തവണത്തെ ഫ്ലവേഴ്സിന്റെ ഒരു വീഡിയോ നമ്മൾ പോയിട്ടുള്ള ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല കമന്റ്. ഇപ്പോഴും അതിനകത്ത് കാണണം. അതിനകത്ത് ഉണ്ടായിരുന്നു, പൈസ ഉള്ളവർക്ക് പൈസ ഉണ്ടെങ്കിൽ ഏത് പെണ്ണും അങ്ങനെ ചെയ്യുന്നത്. ഏതുകൃഷ്ണൻ എന്ത് പൈസ കണ്ടിട്ടാ ഏതുകൃഷ്ണൻ ഞാൻ ഇങ്ങനെ നിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ താമസിക്കുന്നത് വാടക വീട്ടില്. എനിക്ക് സ്വന്തമായിട്ടുള്ളത് ആകെ ഈ ബെൻസ് മറ്റേ 3 വീലുള്ള ബെൻസ്. അതൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തര് കാണുമ്പോ നമ്മളിപ്പോ എപ്പോഴും പാവപ്പെട്ടവരെ പോലെ നടക്കണമെന്നാണോ ആൾക്കാർ പറയുന്നത്?
അങ്ങനെ 10 പേരെ കാണിച്ചിട്ട് എന്താ കിട്ടാന്നുള്ളത്? ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ദൈവം സഹായിച്ച് അധ്വാനിച്ചിട്ടാ കിട്ടുന്നത്, ചുമ്മാതെ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി ഒന്നും അല്ല. നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് വേണ്ടതും കിട്ടുന്നുണ്ട്. എന്റെ ഒരു മാസത്തെ കാര്യം എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്, അവളുടെ ഒരു മാസത്തെ കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് വീട്ടുകാരെ മൊത്തത്തിൽ നോക്കാനുള്ള ഒരു ഇതൊന്നും ആയില്ല. അവര് അവരുടെ കാര്യം അവര് ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരല്ല നമ്മുടെ വീട്ടുകാര്. പിന്നെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റാറുണ്ട്. എനിക്ക് പറ്റാറുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ മരുന്ന് വാങ്ങിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനാണെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാനാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ പോവാം. അവക്കാണേലും അങ്ങനെ അതുപോലുള്ളൊരു സ്ഥിരമായി നമ്മുടെ വീഡിയോസ് തുടങ്ങിയ ടൈം തൊട്ട് വരുന്ന ഒരു കമന്റ് ആണ്, ഞാൻ എന്തിനാണ് ഇവന്റെ മടിയിൽ കയറി ഇരിക്കുന്നത്. പിന്നെ എന്റെ മടിയിൽ ആരെ ഇരിക്കേണ്ടത് നിങ്ങൾ പറ. അല്ല, എന്റെ മടി ഇരിക്കുന്നു. നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് വീൽ ചെയർ ചെയ്യുന്ന? അവരുടെയൊക്കെ പാർട്ട്നേഴ്സ് മടിയിരിക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, എനിക്കില്ലാത്ത പ്രശ്നമൊന്നും ആർക്കും വേണ്ട. അത് മാത്രമല്ല, നമ്മള് മറ്റേ ഇവന്റെ ഓടിക്കുന്ന ബൈക്കിനകത്ത് നമ്മളങ്ങനെ ഇരുന്നോണ്ട് വീഡിയോ ചെയ്യാറില്ല. പക്ഷെ ഞാൻ അതിനകത്തും കയറി ഇരുന്ന് പോവാറുണ്ട്. ഇങ്ങനെ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കമന്റ് വന്നു, പേഴ്സണലി കമന്റ് അല്ല മെസ്സേജ് വന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ഇതുപോലെ വീഡിയോക്കകത്ത് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നതും അവൻ വണ്ടിയിൽ പോകുന്നതും കണ്ടത്. അങ്ങനെ വേണ്ടല്ലോ, മടി ഇരുന്ന് പോകാം, എത്ര ദൂരം വേണമെങ്കിലും പോകാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടീഷനിലുള്ള ആളാണ് പുള്ളി, ആ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഈ വീൽ ചെയറിന്റെ കമ്പനിയുടെ പേരാണ് നിയോ മോഷൻ. ആ നിയോ മോഷൻകാർ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ലവ് ചിഹ്നം. അതെ, അപ്പൊ അവര് അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് പറയത്തില്ല ഇങ്ങനെ ഇത്ര ഭാരം കയറി വെക്കരുതല്ലെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യത്തിൽ അവര് പറയത്തില്ല. അല്ലേ, അത് എന്റെ മടിയില് അവളെ ഇരുത്തണം വേണ്ടെന്നത് എന്റെ ഇഷ്ടമല്ല. മടിന്ന് മാറിയിരിക്കത്തില്ല. എനിക്ക് അവന്റെ മടി ഇരിക്കുന്ന ഇഷ്ടമാണ് പേഴ്സണലി. എനിക്ക് എന്റെ അച്ചാച്ചൻ എന്നെ മടി ഇരുത്തിയാ വളർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ അച്ഛനെ എന്റെ മടി ഇരിക്കുമ്പോഴും അച്ചാച്ചനും എന്റെ വീട്ടുകാർക്കോ അല്ലെന്നുണ്ട് അവന്റെ വീട്ടുകാർക്കോ പ്രശ്നമില്ല. പിന്നെ നാട്ടുകാർക്ക് എന്തിനാ പ്രശ്നം, ഈ വീഡിയോ കാണുന്നവർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൻ എന്തെങ്കിലും ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, അവന് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് അവന് മടിയിൽ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ടൈമിലെ വീഡിയോസോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയാൽ മതി, ഞാൻ അവന്റെ മടി ഇരുന്നിട്ടില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ തന്നെ വന്ന് കുഞ്ഞാ നമുക്ക് പറയാന്ന് മടിയിരിക്കാൻ പറ്റുന്നില്ല, കുറവായിരുന്നു. കാര്യം എനിക്ക് അത് മാത്രമല്ല, നമ്മുടെ രണ്ടുപേരുടെയും അവൻ വീൽ ചെയർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ രണ്ടുപേരെയും വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അവന്റെ മടിയാ. അതുകൊണ്ടാണ് അതൊരു ഫ്രെയിമിനകത്ത് രണ്ടുപേരും നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മടി ഇരുന്നാലേ കിട്ടുള്ളൂ. ഇതൊക്കെ എന്താ കുറച്ച് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഇടാൻ വേണ്ടിയിലാണെങ്കിൽ പോലും ഇങ്ങനെ ഇടുമ്പോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ അറിയാത്തവർക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കമന്റ് റിയാക്ട് ചെയ്യുന്നത്. ഇവൻ എപ്പോ നോക്കിയാലും അവളെ ഉമ്മ വെച്ചിരിക്കും. എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാകുന്നില്ല, വെറുപ്പ് തോന്നുന്നു. നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇതേപോലെ ഉമ്മ കൊടുക്കുന്നു. ഉമ്മ നമ്മള് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? അല്ല, എന്താ പ്രശ്നം? ഉമ്മ കൊടുക്കുന്നോണ്ട് എന്താ പ്രശ്നം? നമ്മളിപ്പം കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അല്ലാതെ നമ്മള് അവൻ വേറെ കല്യാണം കഴിച്ചിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടും നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വരുന്നു, അങ്ങനെ ഉമ്മ വെക്കുന്നവർക്ക് പ്രശ്നമില്ല. പിന്നെ നമ്മൾ എന്തിനു പ്രശ്നം? നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ, നമ്മൾ പറയേണ്ട ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇതിൽ നമ്മളെ മാത്രമുള്ള ദൈവമേ നാട്ടിൽ ഉമ്മ വെക്കുന്നുള്ള രീതിയിൽ ഉമ്മ വെക്കുന്നത് വീഡിയോ എടുത്ത് കാണിക്കുന്ന അത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന ഈ കമന്റ് ഒക്കെ കണ്ടിട്ടാ. എനിക്ക് സത്യമായി ചില നേരത്തെ അങ്ങ് സങ്കടം വരും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറെ പേർക്ക് നെഗറ്റീവ് കമന്റ് പ്രശ്നമുണ്ട്. ഞാൻ മൈൻഡേ ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ നെഗറ്റീവ് കമന്റ് കണ്ട് ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ 1-2 കമന്റ് ഒക്കെ, ഇത് ഒരാൾ കമന്റ് ഇട്ട് കഴിയുമ്പോ സെയിം സാധനം തന്നെ പിന്നെയും പിന്നെ ഇത്രയും പ്രശ്നം എന്താ? ഇത്രയും ആൾക്കാരുണ്ട് ഉമ്മയ്ക്ക് വെറുപ്പുള്ള. ഇതെന്താ, ആരും ഉമ്മ വെക്കത്തില്ലേ വീട്ടില്? ഇവരാരും വീഡിയോ എടുത്ത് കാണിക്കും. നിങ്ങളൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചോ, ഞാൻ അതിന്റെ ഇടയിൽ വന്ന് ലവ് ചിഹ്നം കമന്റ് ചെയ്യും, എനിക്ക് പ്രശ്നമില്ല.
എന്തോ ഇതേപോലെ വേറൊരു റീൽ ഉണ്ടായിരുന്നു, ഞാനും അച്ഛനും കൂടെ മറ്റേ ഒരു ഡയലോഗ്. ഇതാ ഈ റീല് കണ്ടിട്ട് ഇത് റീലാന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഞാൻ എന്റെ അച്ഛൻ സിനിമയിൽ, ഞാനും അച്ഛനും കൂടെ സിനിമയിൽ അഭിനയിച്ച വല്ല ഡയലോഗാണോ? അത് അല്ല, ഇതൊരു കണ്ടന്റിന് വേണ്ടി എടുത്തിട്ടുള്ള റീല്. അത് മാത്രമല്ല അതൊരു സിനിമയിടത്തുള്ള സാധനമാണ്. നമ്മൾ ആറെയൊക്കെ റീല് ചെയ്യാറുണ്ട്. ഇതൊരുമാതിരി എനിക്ക് എന്റെ അച്ഛൻ ജീവിതത്തിൽ അതല്ല, അത് പഠിപ്പിച്ചു വിട്ടാലും എന്താ പ്രശ്നം? ഒരു മകളെ അല്ലെന്നുണ്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് വീട്ടിലെ എല്ലാ ജോലിയും നോക്കാനെന്നല്ല. അതിപ്പം ഒരു മോനെ ആണെങ്കിലും മോളെ ആണെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടുന്നത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടില്ല, അല്ലാണ്ട് ഒരു വീട്ടു ജോലിക്കാരിയായിട്ടാണ് വിടണമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നതെന്നെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഇതൊക്കെ ഒരുമാതിരി അയ്യേ കാലം മാറി ഗൈസ്. നിങ്ങളത് റീലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അല്ലാതെ മനസ്സിലായ കുറെ പേരുണ്ട്, അവര് അത് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ട്. അതിനകത്തുണ്ട്, റീലിൽ പോലും അഹങ്കാരം അളക്കാൻ നടക്കുന്നു കുറച്ചെണ്ണം, വിനയം കൊണ്ട് കുനിഞ്ഞ് നിലത്തുകൂടി ഇടഞ്ഞു നടന്നാൽ ഇവർക്കൊക്കെ ഇഷ്ടമായിരിക്കും, അവർക്കൊക്കെ അതായിരിക്കും വേണ്ടെന്നുള്ള രീതിയിൽ നല്ല കുറെ കമന്റ്സ് ഉണ്ട്. നിങ്ങൾ ഇതെന്ത് റീലാന്ന് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് കുറെ കമന്റ്സ്. നമുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ സഹിക്കബിൾ ആണ്, കാര്യം അതിനകത്ത് 1 or 2 ഒക്കെ ഉള്ളു, ബാക്കി എല്ലാരും നല്ല എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച്, കാര്യം പിള്ളേരാണ്. ഫേസ്ബുക്കിൽ നോക്കാൻ പറ്റത്തില്ല, ഞാൻ തളർന്നു പോയി ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴത്തേന്. ഒരുമാതിരി ഞാൻ എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഇതെന്താടാ ഇതൊരുമാതിരി പറ്റുന്നില്ല, വെറുപ്പ് തോന്നുന്നു. എന്താ അതിനകത്ത് വെറുപ്പ് തോന്നാൻ പറ്റുന്ന എന്ന് എനിക്ക് അറിയത്തില്ല. ഉമ്മ വെച്ചത് ഒരു വലിയ വെറുപ്പാണോ എന്നുള്ളൊരു സാധനം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന ഒരു ടൈമില് ഫസ്റ്റ് ഒരു ഉമ്മ ഇങ്ങനെ വെക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ഇട്ടപ്പോ നമ്മുടെ റിലേറ്റീവിൽ ഒരാള് തന്നെ, ഞാൻ പറയുന്നില്ലായിരുന്നു, ഇത് കുസെങ്കിൽ മനസ്സിലായെന്ന് തോന്നുന്നു, പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുവാ ഇതൊക്കെ ഇങ്ങനെ ഇടാമോ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടാവോ? അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്, എന്റെ വീട്ടിലും പ്രശ്നമില്ല, അവന്റെ വീട്ടിലും പ്രശ്നമില്ല, നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഉമ്മ വെക്കുന്ന അത്ര വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതെ, പുള്ളിക്ക് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അവിടെ. അപ്പൊ നമ്മളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. എന്നിട്ട് പുള്ളിയുടെ സ്വന്തം മോനെയോടോ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് അഭിപ്രായം എടുക്കാൻ പറഞ്ഞു. ഈ പറയുന്ന മക്കള് പോലും നമ്മുടെ പോസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വിഷമമായിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നവരോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിപ്ലൈയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജോ അയക്കുന്നവരല്ല ഇതുവരെയും. ഇപ്പോഴും ഞാൻ പറയാണ്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരും നമ്മുടെ വീഡിയോസിന് റെഗുലർ ആയിട്ട് കമന്റ് ഇടോ ലൈക്ക് ചെയ്യുന്നവരല്ല. നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്ട്രേഞ്ചേഴ്സ് ആണ്. സ്ട്രേഞ്ചേഴ്സ് അല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് സ്ട്രേഞ്ച്. അതായത് നമ്മൾ ഇതുവരെ അറിയാത്ത ഈ റീലിൽ നിന്ന് മാത്രം കണ്ടുവരുന്ന നിങ്ങളെ പോലുള്ള പലരും ആണ്. ഇപ്പോഴും ഓരോ വീഡിയോക്കും കഷ്ടപ്പെട്ട് കമന്റ് ഇടുന്ന എത്രയോ പേരാണ്. നമ്മുടെ ലൈവിലൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി, അതിനകത്ത് നമ്മൾ വരുമ്പോഴേ നോക്കി, അയ്യോ നിങ്ങളെ കുറെ നാളായാലും ലൈവ് കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ എന്ത് ഇടാത്തെന്നൊക്കെ ചോദിച്ചോണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് സന്തോഷമാ. സത്യം, ശരിയാ. ഞാൻ എന്നിട്ട് ചിലർക്ക് നവ്യ എന്നൊക്കെ പറഞ്ഞൊരു കൊച്ചുണ്ട്, ആ കൊച്ചൊക്കെ എല്ലാ വീഡിയോക്കും കമന്റ്സ് ഇടും. ഞാൻ ഇപ്പൊ റെഗുലർ ആയിട്ട് പുള്ളിക്കാരി ഇടുന്ന കണ്ടിട്ട് ഞാൻ ഇടുമ്പോഴും ഞാൻ തിരിച്ചെന്ന് റിപ്ലൈ കൊടുക്കും, കാര്യം നമുക്ക് സന്തോഷം. ഞാൻ ഫസ്റ്റ് തൊട്ടേ കാണാൻ തുടങ്ങിയത് അവരൊക്കെ കമന്റ് ഇടുന്നത്. ഞാൻ ഇടയ്ക്ക് ലൈവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ നാത്തൂൻ, എന്റെ ചേട്ടന്റെ ഭാര്യ, ചേച്ചി കാണുന്നതാ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത്, ഏറ്റവും കാര്യങ്ങൾ കാണുന്നതാ. എന്നിട്ട് രാത്രിയില് ആ യൂട്യൂബിലെ വീഡിയോ ഇട്ടുകൊണ്ട് കണ്ടോണ്ടിരിക്കും. ഞാൻ തന്നെ ചോദിക്കും എന്തിനാ കാണുന്നതെന്ന്, പക്ഷെ അത് കണ്ടോണ്ടിരിക്കും, ചിരിക്കും. മനസ്സിലാകാം. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. അത് അങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെയും വീഡിയോസ് ഇടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പണ്ടേ ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിക്കിട്ട് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ പോകേണ്ട സമയം കഴിഞ്ഞു. ഒരു കമന്റ് കണ്ട് വിഷമിച്ച്, അതാണ്ട് അതിനകത്ത് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഇട്ട കമന്റ് ആണ്, റീൽ എന്താണെന്ന് അറിയാത്ത കുറെ ആളുകൾ കമന്റ് ബോക്സിൽ മേയുന്നു, ഹോ ഇജ്ജാതി മണ്ടന്മാർ. കണ്ടോ, നമ്മള് പറയേണ്ട കാര്യമില്ല. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത്, കാര്യം അങ്ങനെയെങ്കിലും 10 പേര് കാണട്ടെ എന്നുള്ള രീതിയിൽ. അതെ, കമന്റ് ഇടാൻ വരുന്നവർക്ക് ആദ്യം അതങ്ങ് കണ്ടോട്ടെ എന്ന് വെച്ചോണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് അത്, എന്താ മെൻഷൻ ചെയ്ത് ചോദിക്കാറില്ല, കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ ചോദിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ആരെയാ കുഞ്ഞ? സോറോ. അവൻ അങ്ങനെ പറഞ്ഞാലും അവൻ എന്നെയാന്നാ പറയാറുള്ളത്. അത് ഞാൻ പറയിപ്പിക്കുന്നതല്ല.
ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പം അത് ഞാൻ അവനോട് പറഞ്ഞു, കുഞ്ഞ് ആരെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കേണ്ട എന്ത് കാര്യമുള്ളത്? എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന്റെ പേര് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടോ അവന്റെ പേര് പറയണം? ഇല്ല. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. അതിന്റെ അടിയിൽ കമന്റ് വായിച്ചില്ല നീ? അതായത് അമ്മയേക്കാൾ ഇഷ്ടം നിനക്ക് ഭാര്യയോടോ? കഷ്ടം. ഇത്രയും തരം താഴരുത് സോദര. അമ്മയാണ് എല്ലാം. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അമ്മ എല്ലാം ആണ്. ഇതിന് കമന്റ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ വലിയ കോൺട്രവേഴ്സി ഒക്കെ ആവുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ തന്നെ നല്ല രീതിയില് നല്ല ചേച്ചിമാര് തന്നെ, ഈ പെണ്ണുങ്ങൾ അമ്മമാര് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞാൽ വൈഫ് ആണ്, അവളാണ് പിന്നെ എല്ലാം, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുക വൈഫാണ്. എന്റെ മോനോട് ഞാൻ അങ്ങനെയാ പറയാറുള്ളത്. അത് എന്റെ അമ്മയുടെ പേരുള്ള ഒരാളായിട്ടേക്കുന്നു, പ്രഭ എന്നും പറഞ്ഞോണ്ട്. പക്ഷെ അമ്മ അങ്ങനെ പറയത്തില്ല, അമ്മയ്ക്ക് അത് സങ്കടമായിരിക്കും മേ ബി. പക്ഷെ സങ്കടമായിരിക്കും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ എന്നോട് ഒരാള് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ പേരല്ലേ പറയുള്ളൂ. ഇപ്പൊ ഞാൻ അവന്റെ പേര് പറയത്തില്ലെന്നുണ്ടെങ്കിൽ പറയും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ അമ്മയുടെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവും മക്കളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അമ്മ പറയത്തുള്ളൂ. അപ്പൊ അവരോട് അപ്പൊ എന്താ ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താ അതിനെ റിയാക്ട് ചെയ്തത്? സ്വന്തം അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭർത്താവും മക്കളും. അതെന്താ അങ്ങനെ പറയാത്തെ? കാര്യം സ്വന്തം വീട് ഉപയോഗിച്ചല്ല, അല്ലെങ്കിൽ ഇത്രയും കാലം വളർന്ന് വലുതായ ഒരു വീട് ഉപേക്ഷിച്ച് ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ അമ്മയുടെ ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് തന്നെ അറിയാമല്ലോ. അമ്മമാർക്ക് ഇപ്പൊ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവും അവരുടെ മക്കളും അങ്ങനെയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിനു മുന്നേ നമുക്ക് അമ്മ അച്ഛൻ അതാണ്, അതെല്ലാം ഒന്നും പറയുന്നില്ല. അല്ല, ഭാര്യമാർക്ക് അങ്ങനെ ആകാമെങ്കിൽ പിന്നെ ഭർത്താക്കന്മാർക്ക് അത് അമ്മയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അച്ഛനാണ്. അമ്മയോടും അച്ഛനോടും ഒക്കെ സ്നേഹമുള്ളവരാണ് എല്ലാരും. ഇപ്പൊ ഇല്ലാത്തവരായിരിക്കും ചിലപ്പോ കമന്റ്സിൽ ഇങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയണ്ട. അത് വേറെ. ജീവിതകാലം മൊത്തം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ പേരെ പറയത്തുള്ളൂ. കാര്യം എനിക്ക് എന്റെ അച്ഛനമ്മയും ജീവനാണ്. പക്ഷെ അവരെന്റെ കൂട്ടത്തിൽ ജീവിതകാലം മൊത്തം ഞാൻ ഇവന്റെ കൂട്ടത്തിലാണ് ജീവിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവനോടുള്ള സ്നേഹവും അത് രണ്ടും രണ്ടല്ലേ. അതിപ്പോ ഓക്കെ അത് എല്ലാരും പറയാം, അത് അങ്ങനെ വേണം മോളെ, അത് ഓക്കെ. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അച്ഛനെ അമ്മയെക്കാട്ടിന് എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അതിനെന്തിനാ എല്ലാരും പ്രതികരിച്ചത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ പ്രതികരിച്ചത്? അതിനുള്ള മറുപടി താഴെ വേറെ കമന്റ് ഉണ്ടല്ലോ. അമ്മയും ഒരു ഭാര്യയാണ്, ഭാര്യ ആയ ശേഷം അല്ലേ അമ്മയാകുന്നത്, പിന്നെ കല്യാണം കഴിഞ്ഞാൽ ലൈഫ് ലോങ് കൂടെ ഉള്ളതും ഭാര്യ തന്നെയാണ്. അതും ഒരു അമ്മയോ? അല്ല, ഒരു സ്ത്രീയാണ്. ഞങ്ങൾക്കും ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന ഒരു ടൈമില് ഞാനും ആ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കത്തില്ല. അവരവരുടെ ലൈഫ് ഇപ്പം അങ്ങനാണ് മാറേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ പിള്ളേരെ നമ്മൾ പിടിച്ചു വെച്ചിട്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ആണോ? ഇതിപ്പോ പറയാൻ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുവാണ്. ഇവൻ ഇങ്ങനെ മണ്ടക്കോട്ട് നോക്കിയിട്ടെന്ന് കഴിഞ്ഞാ ഞാൻ കമന്റ് കേട്ടിട്ട് എനിക്ക് കാര്യം അതൊക്കെ കാലം മാറിയില്ല. നിങ്ങളൊക്കെ എന്താ ഇപ്പഴും ഇതിനകത്ത് ഭൂരിഭാഗം പേരും കമന്റിന് റിയാക്ട് ചെയ്തേക്കുന്ന എന്റെ ഒരു ഇത് വെച്ചിട്ട് ആൺമക്കളുടെ അമ്മമാര് കൂടുതൽ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അവർക്കുള്ള പേടിയാണ്. എന്റെ മോനും ഇങ്ങനെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിട്ടിട്ട് പോകും. അത് രണ്ടും രണ്ടല്ലേ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. കാര്യം എപ്പോഴും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാര്, കാര്യം ആ പെൺകൊച്ചിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം വീട് വിട്ട് സ്വന്തം ഒരു വേറൊരു വീട്ടിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് എന്നുള്ള ഒരു രീതിയിൽ വരുമ്പം അവളെ അവനല്ലേ നോക്കേണ്ടത്, അല്ലെങ്കിൽ അവളെ അവനല്ലേ സ്നേഹിക്കേണ്ടത്. ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ അച്ഛന്മാരും ഓരോ പെമ്മക്കള് വളരുമ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഇവളെ കെട്ടിച്ചു വിടേണ്ടതാണ്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വീട്ടിൽ ചെന്ന് ജീവിക്കേണ്ടവളാണ്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്തി വലുതാക്കുന്നത്. വളർത്തി വലുതാക്കുന്ന ഒരു സമയത്ത് ഈ വീട്ടിലും വേറൊരു പെൺകുട്ടി, അവർ സ്വന്തം വീട്ടിലും വേറെ വീട്ടിലോട്ട് പോകേണ്ട പെൺകുട്ടി എന്നുള്ളൊരു നിലയിലാ വളർത്തുന്നത്. അപ്പൊ പിന്നെ എവിടുന്ന ശരിക്കും പെൺപിള്ളേർക്ക് സ്നേഹം കിട്ടേണ്ടത്? അല്ലേ? എനിക്ക് സങ്കടം ഇതൊക്കെ പറയാം. എനിക്ക് ഭയങ്കര വിഷമായി ശരിക്കും ഇങ്ങനെ കുറെ പേര്. കാര്യം അമ്മമാരാണ്. എനിക്കത് ഓരോ കമന്റ്സ് കണ്ടപ്പോ അവരുടെ പേടി കൊണ്ടായിരിക്കും മേ ബി മെസ്സേജ് കമന്റ് ഇടുന്നത്. അമ്മമാരൊന്നും ഇഷ്ടം കുറയോ ഒന്നും അല്ല. ഇത് രണ്ടും രണ്ടൊരിതാണ്.
ചിലർക്കൊക്കെ മനസ്സിലാവും. ഇതിപ്പോ ഇത്രയും കമന്റ് ഇട്ടവര് തന്നെ അല്ല, ഈ പറയുന്ന അമ്മമാര്, ഈ കമന്റ് ഇടുന്ന അമ്മമാരാണെങ്കിൽ പോലും അവരുടെ ഭർത്താക്കന്മാർ അവരെ സ്നേഹിക്കണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. അതെ, അതോറിറ്റീസ് അത് അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉമ്മ വന്നതിന്റെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, പോയി ഒരു കളി കളിക്കടാ കോപ്പേന്ന്. സിസ്റ്റർ അതെയോ, സമാധാനമായ. ഇല്ലേ? അപ്പം ആ ഒരു കുറെ ചീത്തകൾ മെസ്സേജ് നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അയച്ചു കഴിഞ്ഞാൽ നമ്മള് പോസിറ്റീവായിട്ടുള്ള കുറെ കമന്റ്സ് കാണാറുണ്ട്. നമ്മള് മനുഷ്യരാണ്. നമുക്ക് ഫസ്റ്റ് ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോ നമ്മുടെ കണ്ണതിനകത്തേ ഉടക്കത്തുള്ളൂ. അതെ, കാര്യം അത്രയും സന്തോഷമായിട്ട് ഒരു കമന്റ് വരുമ്പോ നമുക്ക് വിഷമാകുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. കഴുത കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ പോലെ ഉമ്മ വെച്ച് തീർക്കുവാണോ എന്ന്. ആണേ നിനക്ക് എന്നാടാ, ഞാൻ എന്തോ ഇതിന് പറയണ്ടേ, എനിക്കറിയത്തില്ലടാ. ഇങ്ങനൊക്കെ ഒരുമാതിരി പന്ന സൊസൈറ്റി, വൃത്തികെട്ട സൊസൈറ്റി. അത് എന്താ കുഞ്ഞാക്കി എന്താ. നമ്മുടെ ചെറിയൊരു, അതായത് ഓരോരുത്തരെയും ജീവിത രീതി വ്യത്യാസമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരും ഓരോ വീഡിയോസ് ആണ് ഇടുന്നത്. അതിനെ വെച്ച് ജഡ്ജ് ചെയ്യരുത് അവരുടെ സ്വഭാവം വെച്ചിട്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ട്. വെറുതെ ഒരു കമന്റ് ഇട്ട് ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കുന്നതിനെക്കാട്ടും അല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നതിനെക്കാട്ടും നിങ്ങളത് കാണാതിരുന്നാ പോരെ. അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്രയോ വേറെ വീഡിയോസ് കാണും, അതിരുന്ന് കാണും. വെറുതെ എന്തിനീ ഇഷ്ടമല്ലാത്ത വീഡിയോസ് കാണുന്നത്? നമ്മളെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ അങ്ങനത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ മില്യൺ അടിക്കുന്നത്. നമുക്ക് അതിനകത്തൊന്നും വരുമാനം കിട്ടുന്നതാ. നമ്മളപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ പേര് മെൻഷൻ ചെയ്ത് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. സോഷ്യൽ മീഡിയയിലെ കുറെ പേരുണ്ട്, അവര് നെഗറ്റീവ് കാണിച്ചിട്ടും കുറെ കമന്റ്സ് വന്നിട്ട് അവര് പിന്നെയും അത് ചെയ്തോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് റീച്ച് കിട്ടുന്നത് കൊണ്ടാ. അതിന് കാരണം നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ഇങ്ങനെ എന്തിനാ വെറുതെ കമന്റ്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടാണ് ഗംഗാ മീനാക്ഷി. അവള് ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എല്ലാരും കണ്ടിട്ടുള്ള കാര്യമാണ്. അവള് അതിനെ പോസിറ്റീവായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. നമ്മള് പോസിറ്റീവായിട്ട് എടുത്താലും നെഗറ്റീവായിട്ട് എടുത്താലും പ്രശ്നമാണ്. ഇതൊക്കെ തിരിച്ച് റിപ്ലൈ കൊടുക്കുക, എനിക്കിത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് മെന്റലി നമ്മൾ ഇത് തന്നെ വിചാരിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല. നമുക്ക് പേഴ്സണലി ഇഷ്ടംപോലെ പ്രശ്നങ്ങളുള്ളവരാ. കുഞ്ഞു നഖ വിട്ടൊരയ്ക്കാതെ. ദേഷ്യം വന്നിട്ടാ. എന്തിന്? അതെ, ആ കമന്റ് വായിച്ചപ്പോഴേ. എടാ, നമ്മള് മനുഷ്യരാണ്, നമുക്കും ദേഷ്യം വരും. നമ്മളെന്നും പറഞ്ഞോണ്ട് ഓരോ കമന്റ്സ് ചെന്ന് ചീത്ത വിളിക്കാറുണ്ടോ ആരെങ്കിലും? ഞാൻ ഇന്ന് വരെ ആരൊക്കെ പോയി കമന്റ് പോയി ഇങ്ങനെ തെറി വിളിച്ചിട്ട്, അതൊക്കെ ഭയങ്കര സംഭവം, ഒരു വല്ലാത്തൊരു കഴിവാണ്. അതെ, എന്തിനാ കമന്റ്സ് ചെന്ന് അങ്ങനെ പറയുന്നത്? ചീത്ത വിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഓരോരുത്തരും ഇഷ്ടമല്ലേ. അവരുടെ ഫോണിൽ അവര് വീഡിയോ എടുക്കുന്നു, ഇടുന്നു. അതിനിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരുടെ ഇഷ്ടമാണ്. അവരെന്തെങ്കിലും കാണിക്കട്ടെ. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ് സ്കിപ്പ് ചെയ്യുക, ബ്ലോക്ക് ചെയ്തോ അൺഫോളോ ചെയ്തോ. നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് കമന്റ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പോഴും നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഓരോന്ന് കാണിക്കാൻ നമ്മളെ കൊണ്ടും പറ്റും, നമ്മളെ കൊണ്ട് ജീവിക്കാൻ നല്ല രീതിയിൽ പറ്റുമെന്ന് 10 പേരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതെ, ഇപ്പോഴും നമ്മളെ ഒരു 10 പേര് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുള്ളത് കൊണ്ടാ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്ന ഒരു ആണും പെണ്ണും ഉമ്മ വെച്ചെന്ന് പറഞ്ഞാൽ തല തിരിയുന്ന ലോകമല്ല നമ്മുടെ മുന്നിൽ കാണുന്നത്. അതങ്ങനെ പറയാൻ എന്തൊരു വിവരമില്ലാത്ത മനുഷ്യരാണ് ഞാൻ. നമ്മളെ മാത്രമൊന്നല്ല ഉമ്മ വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് നമുക്കെന്താ ചുണ്ടിൽ ഉമ്മ വെക്കാൻ പറ്റാഞ്ഞിട്ടാണോ? നമ്മള് ചുണ്ടിൽ ഉമ്മ വെച്ച് കാണാറില്ല. നിങ്ങൾ നമ്മുടെ മാത്രം വീഡിയോസ് ഒന്നും അല്ലല്ലോ കാണുന്നത്. അങ്ങനെ ചെയ്യാറുള്ളവരുണ്ട്. പക്ഷെ നമുക്ക് അത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇടും. അതും കാണണ്ട, അല്ലെന്നുണ്ടെങ്കിൽ വെറുപ്പിക്കും. അതെ, നമുക്ക് ഇഷ്ടമാണ്. നിങ്ങൾ വെറുത്ത് നമുക്ക് പ്രശ്നമില്ല. എനിക്ക് ഇപ്പം ഇതേന്നും പറഞ്ഞോണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നെഗറ്റീവ് കമന്റ് വരും, അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് ഞാൻ ഇതൊക്കെ ഇങ്ങനൊക്കെ വീരവാദമൊക്കെ അടിച്ചാലും എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. ഈ സത്യം പറഞ്ഞ ഫേസ്ബുക്കിലെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കാറില്ല. കാര്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒത്തിരി കമന്റ് കാണുന്നതൊക്കെ ഇവളാ. അപ്പൊ ഇവള് ആദ്യം ഭയങ്കര കുറെ ഡിപ്രസ്ഡ് ആയിരിക്കും.
എന്നിട്ട് എന്നോട് പറയുന്ന എന്നെ പോലെ ചില കമന്റ്സ് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. കാര്യം ചിലതൊന്നും ഈ സൊസൈറ്റി നമുക്കിങ്ങനെ വന്നും വീഡിയോയുടെ മുന്നിൽ പോലും പറയാൻ പറ്റാവുന്ന കമന്റ്സ് അല്ല ചിലതൊന്നും വരുന്നത്. ബാക്കി ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലതൊന്നും പറയത്തില്ല, ചിലതൊക്കെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും. ചിലത് ഫേസ്ബുക്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ നോക്കത്തില്ല, ഫേസ്ബുക്കിൽ ഇപ്പൊ ഈ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയതിനു ശേഷം ആരെങ്കിലും രണ്ടുപേരും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കണം എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതാ. പക്ഷെ ആ ആത്മാർത്ഥത കൂടുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ചിലരുണ്ടല്ലോ, കമന്റ് ബോക്സിൽ ഞാൻ കാണാത്തത് കൊണ്ട് ഇവര് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ സെയിം കമന്റ്, അതായത് ഈ കാണുന്ന കമന്റ്സ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് നമ്മൾ കാണാം, നമ്മളെ വിഷമിപ്പിച്ച് നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കരുത്. നമ്മൾ വിഷമിക്കുന്നതല്ല, വിഷമിപ്പിക്കുന്നതാ അവര്. എന്നാ എങ്ങനെയും അവര് ജീവിച്ചു പൊക്കോട്ടെ എന്നല്ല. അതുപോലെ തന്നെ മറ്റേ മഞ്ജു എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ നമ്മൾ ഇടയ്ക്ക് ഇവരുടെ വോയിസ് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. മറ്റേ എന്റെ മഞ്ജു ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞോണ്ട്. നമുക്ക് അവരെ ഇഷ്ടമാണ്, അവര് അവരുടെ കഴിവ് വെച്ചിട്ട് അവര് വീഡിയോ ചെയ്യും. ഞാൻ അവരുടെ എല്ലാ വീഡിയോയും കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോ ഒന്ന് അതിനകത്തൊരു കമന്റ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു, നീ ഇവളെന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്ന എന്നുള്ളൊരു കമന്റിന് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ ആ വോയിസ് വെച്ചിട്ട് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്നിട്ട് അവരെ കളിയാക്കുക എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്ക് മൊത്തം. ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു കമന്റേ ഇല്ല അവരെ കളിയാക്കുവാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഫേസ്ബുക്കിൽ ഇത് എന്റെ അമ്മയെ ഞാൻ എന്നിട്ടായിരിക്കും, ദൈവമേ നമുക്ക് അവരെ ഇഷ്ടമല്ല, ഇവരെന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്, നമ്മളവരെ കളയാക്കത്തില്ല എന്ന് നമ്മള് ആരെയൊക്കെ വോയിസ് എടുത്ത് ചെയ്യുന്നു. ഇനി ഞങ്ങൾ അവരുടെ വോയിസ് അതെ, നമ്മൾ ഒരു വോയിസ് ഇട്ട് ചെയ്യും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ, അവരുടെ വോയിസ് ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ, അവരെ നമുക്ക് ഇഷ്ടമാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ടൊന്നും അല്ല, നമ്മൾ ഈ കമന്റ് ഇട്ടവരെ കളിയാക്കുന്നുള്ള രീതിയിൽ കളിയാക്കാനൊന്നും പോകാറില്ല. അതെ, നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ നമ്മുടെ ലൈഫ് നമുക്ക് രണ്ടുപേർക്കും നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അടികൂടാറുണ്ട്, അതിനകത്ത് ചെറിയൊരു കണികൾ മാത്രമേ നിങ്ങളുടെ അടുത്തോട്ട് നമ്മൾ എത്തിക്കാറുള്ളൂ. ഇതൊക്കെയാണ് ഗൈസ് കമന്റുകൾ. ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. ഇതുപോലത്തെ കമന്റ് നിങ്ങൾക്ക് പറയാനുള്ളെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട. അതെ, വെറുപ്പിക്കുന്നുണ്ട്, അങ്ങനുണ്ട്, മറ്റുണ്ട്. നമുക്ക് വെറുപ്പിക്കുന്ന ഇഷ്ടം, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർത്താൻ ഉദ്ദേശമില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കാണാതിരിക്കുക, അതേ ഉള്ളൊരു ഓപ്ഷൻ. ഇഷ്ടപ്പെട്ടവര് മാത്രം കണ്ടാൽ മതി. നമുക്ക് നല്ല 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 കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവര് മതി നമുക്ക്. അല്ലാണ്ട് നമ്മളെ പേഴ്സണലി ഇല്ലാണ്ടാക്കാൻ. നമ്മളും ഒരു സ്ത്രീയാണ്, പുരുഷനാണ്, മനുഷ്യനാണ്. നമ്മളല്ല നീ, ഞാൻ സ്ത്രീ, നീ പുരുഷനല്ലേ. അപ്പൊ അങ്ങനെ മനുഷ്യരാണ്, നമുക്കൊരു ജീവിതമുണ്ട്, നമ്മുടെ കല്യാണം വരാൻ പോവാണ്. എല്ലാം നമ്മൾ ഒത്തിരി സന്തോഷമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം കാണാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യൂ. അല്ലാണ്ട് ചുമ്മാ നെഗറ്റീവ് കമന്റ് ഇടിച്ച് നമ്മളെ ഇല്ലാണ്ടാക്കാണ്ടിരിക്കും. എന്നിട്ട് ചിലര് പറയുന്നു ഞാൻ ഇട്ടിട്ട് പോകും, ഇവളിങ്ങനൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇവളിട്ടിട്ട് പോകുന്നു. ഞാൻ ഇട്ടിട്ട് പോകും, ഇടാതെ പോകും എന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ശരി എന്നാ, ബൈ, ടാറ്റ.